ഞാൻ കടയിൽ പോയിട്ട് വരുന്നതാണ്. എൻ്റെ വീട്ടിനടുത്തേക്ക് പോകുന്ന വഴിയാണ്. തീരെ വീട്ടിനടുത്തല്ല, കുറച്ച്. അല്ല, മൊത്തം വനവും. പിന്നെ സൈഡൊന്നും കാണിക്കാൻ വയ്യ, കാരണം ആൾക്കാർ വേസ്റ്റ് കൊണ്ടിടുന്നതുകൊണ്ട് സൈഡൊന്നും കാണിക്കാൻ വയ്യ. കുറച്ച് വൃക്ഷങ്ങളൊക്കെ കാണിക്കാം. നടന്ന് ഞാൻ വീട്ടിലേക്ക് പോകുന്നതാണ്. മഴ ഒന്ന് കുറഞ്ഞിരിക്കണ് ചെറുതായിട്ട്. വേണ്ട, ഇതിവിടുത്തെ സ്ഥലങ്ങളാണ്. മൊട്ട വനത്തിൽ കൂടെയാണേ ഞാൻ പോകുന്നത്. നടുക്ക് മാത്രമാണ് റോഡ്. രണ്ട് സൈഡിലും കണ്ടില്ലേ, വലിയ വനമോ. എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അത്. ശരിക്കും നടന്നാണ് ഞാൻ പോകുന്നത്. ഇനി ഇവിടെ നിന്നും പോകണം ഒരു അര കിലോമീറ്റർ നടന്നു. ഞാൻ ഇപ്പോൾ ഒരു 1.5 കിലോമീറ്റർ നടന്നു വന്നതാണ്. ഇതിലെ കടയിലേക്ക് പോയിട്ട് വരുന്ന വഴിയാണ്. എനിക്ക് മരങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലേ. എനിക്കിതൊക്കെ മൊത്തം കാടാണ്. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. നടക്കുന്നില്ല. വർഷങ്ങൾ കൊണ്ട് 24 വർഷം കൊണ്ട് കുഴിയിലെ ജീവിതമാണ്. കണ്ട, ഞാൻ വരുന്ന വഴിയാണ്. ഇവിടെയും ഒരു വീടിരിക്കുകയാണ്, പക്ഷെ ആ വീടൊന്നും അല്ല എൻ്റെ വീട്. ഇനി ഇവിടെ നിന്നും പോകണം. ഇവിടെ ഒരു കാണിക്ക വെഞ്ചുണ്ട്, ഉണ്ടേ. ഈ വനത്തിനകത്തൊന്ന് കാണാനുള്ള ഒരു സാധനം ഒന്നേ ഇടുകയേ ഉള്ളൂ. മെയിൻ റോഡാണേ. ഇനി ഞാൻ പോകുന്ന എൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. അങ്ങനെയുണ്ട്, സൂപ്പർ വഴിയല്ലേ അല്ലേ. ഈ വഴിയിലൂടെയാണ് എൻ്റെ യാത്ര. പൗണ്ടർ തെളിച്ച സ്ഥലമാണ്. വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് വീടിനടുവിന് ഞങ്ങൾ നടന്നു പോകണം. പൗണ്ടർ വിളിച്ചിരുന്ന സ്ഥലത്ത് വേസ്റ്റൊക്കെയാണ് ഇടുന്നത്. വെളിയിൽ നിന്നുള്ള ആൾക്കാരും കൊണ്ടുവിടും, ഇവിടെ ഉള്ളവരോടും എല്ലാവരും ഇടും. ഒന്നിനെ കണ്ടല്ലേ, ഒരു ജീവനുള്ളവേ. ഇതൊക്കെ വീടാണ്. ഈ വീടിൻ്റെ സൈഡാണ് ഇങ്ങനെ നടക്കുന്നത്. ഇതുവഴിയാണ് ഞാൻ നടന്നു പോകുന്നത്. എങ്ങനെയെങ്കിലും ഒരു വാടക വീടെടുക്കണം എന്ന് ചോദിച്ചാൽ അത് നടക്കുന്നില്ല. ഹസ്ബൻഡിന് വല്ലപ്പോഴൊക്കെ കിട്ടുന്ന ജോലിയിൽ വീട് കഴിഞ്ഞ് പോവും, ഇതൊക്കെ ചെയ്യും. ഒന്നും നടക്കാറില്ല. ഇത് കണ്ട, ഇത് വഴിയൊന്നും ആരെങ്കിലും പറയുമോ? കുപ്പിൽ പൗണ്ട് കളിച്ചിട്ട് ഇങ്ങനെ പല വേസ്റ്റുകളും ഉണ്ട്. അത് ആ കാലിലൊക്കെ വലിയ ചിരങ്ങകളാണ്. എൻ്റെ അലർജി. ഇത് ചെയ്യാൻ നടന്നല്ലേ പറ്റൂ. ഇവിടെ നിന്ന് ശരിക്കും പോകണം, ഒത്തിരി പോകണം. എൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ കുറച്ചുകൂടെ പോകണം. ഇങ്ങനെ നടന്ന് പോകണം. വേറെ താഴത്തേക്ക് ഒരു വഴിയുണ്ട്, അത് ഹസ്ബൻഡ് ജോലിക്കൊക്കെ പോകുന്ന വഴിയാണ്. നമുക്ക് വേണം നടന്ന് പോകാം, പക്ഷെ നമുക്ക് അതിലേ പോകാൻ സാധനം വാങ്ങിക്കാനൊന്നും പോവേണ്ടതായില്ല. ഇത് വഴി കാട്ടിനിടയിൽ കൂടെ തന്നെ പോകുന്നത്. അതും ദുരിതം നിറഞ്ഞ വഴിയാണ്. നല്ല ഓടയൊക്കെയുള്ള വഴിയിലൂടെയാണ് ചേട്ടൻ ബൈക്കും കൊണ്ടുവരുന്നത്. എന്നിട്ട് കൂപ്പിനരുവത്താണ് ബൈക്ക് ഇടുന്നത്. ഒരു പ്ലാസ്റ്റിക് വിരിച്ച് കൂപ്പിൽ തന്നെ ബൈക്ക് ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്തുകൊണ്ട് രാവിലെ പോകുന്നത്. ഇപ്പം മഴയായതുകൊണ്ട് പണിയുമില്ല. അതുകൊണ്ട് കടയിൽ സാധനം വാങ്ങിക്കാൻ പോയി ദുരിതം നിറഞ്ഞ ഈ വഴിയിലൂടെയാണ്. എന്നിതിൽ നിന്ന് കര കയറുമെന്ന് ചോദിച്ചാൽ അറിയുമില്ല.
24 കൊല്ലം കൊണ്ട് 40 വയസ്സായി. 24 കൊല്ലം കൊണ്ട് ജീവിതത്തിലേക്ക് കയറി ഇവിടെ തന്നെയാണ് താമസം. സ്വന്തം സ്ഥലമല്ലേ, ആരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. വരുന്നിടത്ത് വെച്ച് കാണാനേ പറ്റൂ. കണ്ടോ, ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കോടിയന്മാർ വന്നിരിക്കുന്ന സ്ഥലമാണ്. ഇനി ഇതിലൂടെ ഒരുപാട് നടന്നു പോകണം. എൻ്റെ വീട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടോ, അടിപൊളി വഴിയല്ലേ. എല്ലാവരും ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് കമൻറ്റ് ഇടണം കേട്ടോ. ഇഷ്ടപ്പെട്ട നല്ല വഴിയാണല്ലേ, കമൻറ്റ് ചെയ്യണേ. ഇതാണ് ആ വഴി, ഓക്കെ. ഇങ്ങനെയാണ് ഞാൻ പോണത്. വഴിയെന്ന് ആരെങ്കിലും പറയൂ. എന്ത് പറയാ, ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ. ഒരു ബൈക്കുണ്ട്, അത് ചേട്ടന് ജോലിക്ക് കൊണ്ടുപോകണം. ഒരുപാട് ഇറങ്ങിപ്പോകാനുണ്ട്. നമ്മുടെ വഴിക്കൊക്കെ അപേക്ഷ കൊടുത്ത് തന്നു. ഇതൊക്കെ ഞാൻ ഒത്തിരി കാലം കൊണ്ട് പറയുന്ന കാര്യം തന്നെ. ആരും വഴിയും തരില്ല, ഒന്നും ചെയ്യില്ല. മരണം വരെ ഇങ്ങനെ കിടക്കേണ്ടി വരുമെന്നാണ് തോന്നണത്. ഇവിടെയൊക്കെ കണ്ട പന്നി വന്ന് മറിച്ചിട്ടിങ്ങനെ സ്ഥലങ്ങൾ. ഇവിടെയൊക്കെ തന്നെ പോകുന്നത്. ആനയും വരുന്നുണ്ട്, കാട്ടുപോത്ത്, പ്രാവ്, ഇങ്ങനെയുള്ള എല്ലാ സാധനവും ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഭയങ്കര ചെളിയൊക്കെ ചാവിട്ടി ഇറങ്ങി വീണാ കൊള്ളാം, നല്ല രസമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വീണഴിച്ചൊക്കെ തന്നെ പോകണത്, അതും ഒരു രസം തന്നെ. അമ്മ എന്തായാലും നടന്നു പോണതിൻ്റെ അരുവിനെയും ഉള്ളുവേലി അത് വനവകുപ്പുകാർ നല്ല രീതിയിൽ നോക്കുന്ന സ്ഥലമാണ് കേട്ടോ. ബൗണ്ടറി തെളിച്ച് തന്നെ ഇട്ടേക്കുന്നു. മൊത്തം കാട് നട്ടുവാരിയിട്ടേക്കും പോലെ കിടക്കുന്നു. ഇത്രയാണ്. നമ്മളൊക്കെ കാട് വെട്ടി കഴിഞ്ഞാൽ പിന്നെ പോവാൻ ആൾ കാണും. കാട് വെട്ടിയില്ലെങ്കിൽ ആരും കാണില്ല. ഇനിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ഞങ്ങൾ മാത്രമാണ് ഈ വിതുര പഞ്ചായത്തിൽ ഇത്രയും വലിയ ദുരൂഹത അനുഭവിച്ച് കിടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിൽ കിടക്കുന്നു. ചേട്ടൻ വണ്ടി കൊണ്ടുവരുന്ന വഴിയിലെത്തിയിട്ട് വീഡിയോ ഓഫാക്കാം. കാരണം പഴയ മൊബൈലായതുകൊണ്ട് ചാർജും അങ്ങനെ നിൽക്കില്ല. ചാർജ് നിൽക്കില്ല എന്ന് മാത്രമല്ല, പിന്നെ ഒരു വീഡിയോ എടുക്കാനും ഫോൺ ശരിയാവത്തില്ല. വള്ളിക്കിടയിലൂടെയൊക്കെ നടന്ന് സഹായിക്കാനും ആരുമില്ല. ഇത് കണ്ട, ഇവിടെ ഇറങ്ങി ഇതുവഴിയാണ് ചേട്ടൻ വണ്ടിയും കൊണ്ട് വരുന്നത്. കണ്ട, ഇവിടെയാണ് ഒരു ഞാൻ തടി മുറിഞ്ഞ് കിടന്നതിനെ മുറിച്ച് കളഞ്ഞത്. ആരുമില്ല മുറിച്ച് കളയാൻ. ഇതാണ് നടന്നു പോകുന്ന വഴി. ചേട്ടൻ വണ്ടി കൊണ്ടുവരണ ഇതിലെയാണ്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ അപ്പുറത്ത് പോയാൽ ബൈക്ക് കൂപ്പിൽ വെച്ചേക്കും. എന്നിട്ട് പിന്നെ വീട്ടിൽ നടന്നു വരും. വഴി അടുത്തുള്ളവർ തരില്ല അതിലേ പോകാനൊന്നും. എന്നാൽ ശരി, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ ഈ വീഡിയോ കണ്ടിട്ട് കേട്ടോ. എല്ലാവരുടെയും മറുപടി എന്താണെന്ന് കേൾക്കട്ടെ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ.